13 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതിന് ശേഷം ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന മോഹൻലാലിന്റെ അമ്മ എളമക്കരയിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സംസാരിക്കാൻ പോലും കഴിയാതെയായിപ്പോയ അമ്മയെ കുറച്ചെങ്കിലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ലാലേട്ടൻ നിരവധി ചികിത്സകളും നടത്തിയിരുന്നു. അമൃതയിലെ ന്യൂറോ വിഭാഗത്തിൽ നടത്തിയ ചികിത്സയിൽ അമ്മയുടെ സംസാരശേഷി തിരിച്ചു കിട്ടുന്ന വിധത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. തുടർന്നാണ് തേവരയിലെ വീട്ടിൽ നിന്നും കുറച്ചുകൂടി ശാന്തമായതും അമ്മയ്ക്കരികിലേക്ക് മകന് പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന വിധത്തിലും എന്തെങ്കിലും അത്യാവശ്യമുണ്ടായാൽ അമ്മയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുവാൻ സാധിക്കുന്ന വിധത്തിലും എളമക്കരയിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയും അമ്മയെ അവിടേക്ക് മാറ്റുകയും ചെയ്തത്. ലാലേട്ടനോ സുചിത്രയോ പ്രണവോ വിസ്മയയോ ഒക്കെയായി ആരെങ്കിലുമൊക്കെ അമ്മയ്ക്കൊപ്പം ഈ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒപ്പം നിരവധി പരിചാരകരുമുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് ഇന്നുച്ചയോടെ അമ്മയുടെ മരണവാർത്ത എത്തിയത്. 90 വയസ്സായിരുന്നു അമ്മയുടെ പ്രായം. കുറച്ചു ദിവസമായി അമ്മ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് ലാലേട്ടൻ അമ്മയ്ക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇന്നലെ സിബി മലയിലിന്റെ മകന്റെ വിവാഹത്തിനും എത്തിയത്. വിവാഹവേദിയിൽ നിന്നും അതിവേഗം മടങ്ങിയ ലാലേട്ടൻ അമ്മയ്ക്കരികിലേക്കാണ് എത്തിയത്. തുടർന്ന് അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തതിനാൽ തന്നെ രാത്രി മുഴുവൻ അമ്മയ്ക്കരികിൽ തന്നെയും ആയിരുന്നു. ലാലേട്ടനും സുചിത്രയും 2 മക്കളുമെല്ലാം ശാന്തകുമാരിക്ക് ആശ്വാസം പകർന്ന് അരികെയുണ്ടായിരുന്നു. അവസാനമായി അമ്മയ്ക്ക് വെള്ളം നൽകുവാനും ആ കൈപിടിച്ച് സാന്ത്വനമേകുവാനുമെല്ലാം മോഹൻലാലിന് സാധിച്ചു. അമ്മയെന്നാൽ അദ്ദേഹത്തിന് ദൈവം തന്നെയായിരുന്നു. എത്ര ദൂരേക്ക് പോയാലും അമ്മയെ ഒരു ഫോൺ കോളെങ്കിലും വിളിക്കാതെ അദ്ദേഹം ഉറങ്ങുമായിരുന്നില്ല. അവസാന നിമിഷം വരെയും ഒരു മകന്റെ സ്നേഹവും കരുതലും അമ്മയ്ക്കരികിലിരുന്ന് നൽകി സന്തോഷകരമായ ഒരു യാത്രയയപ്പ് കൂടിയാണ് മോഹൻലാൽ തൻ്റെ അമ്മയ്ക്ക് നൽകിയതും. അമ്മയുമായി അതീവ ഹൃദയബന്ധം പുലർത്തിയിരുന്നു മോഹൻലാൽ. തിരക്കുകൾക്കിടയിലും അമ്മയുടെ പരിചരണത്തിനായും സമയം കണ്ടെത്തിയിരുന്നു. നിയമ സെക്രട്ടറി ആയിരുന്ന പരേതനായ വിശ്വനാഥൻ നായരാണ് ശാന്തകുമാരിയുടെ ഭർത്താവ്. മൂത്ത മകൻ പ്യാരിലാൽ 2000-ൽ മരണപ്പെട്ടിരുന്നു. സഹോദരന്റെയും അച്ഛന്റെയും മരണശേഷം അമ്മയായിരുന്നു മോഹൻലാലിനെല്ലാം. എളമക്കരയിൽ വീടിനടുത്ത് തന്നെയുള്ള അമൃത ആശുപത്രിയിലാണ് ശാന്തകുമാരി അമ്മയുടെ ചികിത്സ നടത്തിയിരുന്നത്. മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും സിനിമാ പ്രവർത്തകരുമടക്കം വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നടൻ മമ്മൂട്ടിയും അമ്മയെ അവസാന നോക്ക് കാണുവാൻ എത്തിയിട്ടുണ്ട്. അമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് മോഹൻലാൽ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളത്. പല വേദികളിലും അമ്മയെക്കുറിച്ച് അതിവൈകാരികമായി സംസാരിച്ചിട്ടുമുണ്ട്. 89ാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിലെ വീട്ടിൽ സംഗീതാർച്ചന നടത്തിയിരുന്നു. മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ വലിയൊരു സ്വാധീനം തന്നെയായിരുന്നു ശാന്തകുമാരി. പല വേദികളിലും അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അടുത്തിടെ തനിക്ക് ലഭിച്ച ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അമ്മയ്ക്കൊപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണെന്ന് മോഹൻലാൽ പ്രതികരിച്ചിരുന്നു. പുരസ്കാരം ലഭിച്ച വിവരമറിഞ്ഞ് നടൻ ആദ്യം സന്ദർശിച്ചതും അമ്മയെ തന്നെയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.